ഇന്ന് നമുക്ക് സൗബിൻ ഷാഹിറും നമിത പ്രമോദും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന മച്ചാന്റെ മാലാഖ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, തന്നോടൊപ്പം എപ്പോഴും വഴക്കുകൂടുന്ന പെൺകുട്ടിയോട് അറിയാതൊരിഷ്ടം തോന്നി അവളെ വിവാഹം കഴിച്ച നായകൻ. കല്യാണത്തിന് ശേഷമാണ് അവൾ ചെറിയൊരു സൈക്കോയാണെന്ന് നായകന് മനസ്സിലായതും. അവൾ മാത്രമല്ല സൈക്കോ, അവളുടെ അമ്മയും സൈക്കോയാണ്. എന്തായെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായകനായ സജീവനെയാണ്. ഈ സജീവൻ ഒരു KSRTC ബസ്സിലെ കണ്ടക്ടറാണ്. മാത്രമല്ല ഈ സജീവന് കൂടെ ജോലി ചെയ്യുന്ന ചന്ദ്രിക എന്നൊരു പെൺകുട്ടിയും ഇഷ്ടമാണ്. ചന്ദ്രിക സജീവനോട് ചോദിക്കുന്നുണ്ട് എന്നാണ് വീട്ടിലേക്ക് ചോദിക്കാനായി എത്തുന്നത് എന്നായിരുന്നു. അതിന് മറുപടിയായിട്ട് സജീവൻ പറയുന്നത് ഉടനെ വരാമെന്നും. അന്നേ ദിവസം ചന്ദ്രികയാണെങ്കിൽ തന്റെ ബസ് വന്നതും അതിൽ കയറി യാത്രയായി. അന്നേ ദിവസം രാത്രി തന്നെ ഫോൺ വിളിച്ചിട്ടും ചന്ദ്രിക കോൾ എടുക്കുന്നതേയില്ല. അടുത്ത ദിവസവും ചന്ദ്രിക ഡ്യൂട്ടിക്ക് വന്നില്ല. 2-3 ദിവസമായി ചന്ദ്രിക ലീവിലാണെന്ന കാര്യം സജീവൻ അറിയുകയാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ചന്ദ്രിക താലിയും സിന്ദൂരവും ഒക്കെയിട്ട് സജീവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് ചന്ദ്രിക പറയുന്നത്, ചേട്ടാ, വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ താല്പര്യം ഗൾഫുകാരോടാ. അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ എന്റെ ഇഷ്ടം പോലും നോക്കാതെ എന്റെ വീട്ടുകാർ അയാളെ പിടിച്ച് കെട്ടിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? പിന്നെ എന്റെ ചേട്ടന്റെ സ്ഥലത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണെന്നും ചന്ദ്രിക പറയുന്നു. ചേട്ടൻ എന്നേക്കാൾ നല്ലൊരു കണ്ടക്ടറിനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രിക തന്റെ ഭർത്താവിനൊപ്പം പോകുന്നതും. ചന്ദ്രിക നൈസായിട്ട് സജീവനെ അങ്ങ് തേച്ചു. ചന്ദ്രികയുടെ തോളിൽ കൈയിട്ട് ഭർത്താവ് പോകുന്നതെന്നും സജീവൻ അത്ര ഇഷ്ടമാകുന്നതേയില്ല. സജീവനും ട്രാൻസ്ഫർ വാങ്ങി പോകാൻ നിൽക്കുകയാണ്. കാരണം മറ്റുള്ളവരുടെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും? ആകെ നാണക്കേട്. ചന്ദ്രികയെ സജീവന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു. അതിനുശേഷം നായികയായ ബിജിമോളെയാണ് കാണിക്കുന്നത്. ബിജിമോളാണെങ്കിലും ചോറ്റാനിക്കരയ്ക്കുള്ള ബസ് കയറുവാനായി നിൽക്കുകയാണ്. ഒരുപാട് ആളുകളൊക്കെ തിങ്ങി ഞെരുങ്ങിയ ഒരു ബസ്സിലേക്ക് ബിജിമോള് കയറുന്നു. ആ ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നു സജീവനും. കയറുന്നതിന് മുൻപ് ഇത് ചോറ്റാനിക്കര പോകില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് സജീവൻ കേൾക്കുന്നില്ല. സീറ്റിലിരുന്ന ഒരാളാണെങ്കിൽ പോകുമെന്ന് പറഞ്ഞതിനാലാണ് ആ ബസ്സിലേക്ക് ബിജിമോൾ കയറിയതും. എന്നാൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഈ ബസ് ചോറ്റാനിക്കരയ്ക്കൊന്നും പോകില്ല, എറണാകുളത്തിറങ്ങി അവിടെ നിന്നും ബസ്സിൽ കയറി പോകുവാനായിട്ടാണ് സജീവൻ പറയുന്നത്. അത് കേൾക്കുന്നതും ബിജിമോൾക്ക് വല്ലാതെ ദേഷ്യം വരും. ഞാൻ ചോദിച്ചിട്ടല്ലേ ഈ ബസ്സിൽ കയറിയത്? അപ്പോൾ സജീവൻ പറയുന്നുണ്ട്, ഞാനത് കേട്ടില്ല. ബിജിമോൾ പറയും, നിങ്ങൾ കേൾക്കാത്തത് എന്റെ കുറ്റമല്ല, ഞാനിത് തിരക്കിയിട്ട് തന്നെയാ ഇതിനകത്ത് കയറിയത്. എന്നെ എന്തായാലും ചോറ്റാനിക്കര ഇറക്കിയേ പറ്റുമെന്നും ബിജിമോൾ പറയുന്നു. അവന് വല്ലാതെ ദേഷ്യം വരും. പിന്നെ നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇനി ബസ് ചോറ്റാനിക്കര പോകണമല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അടുത്തൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ചോറ്റാനിക്കരയ്ക്കുള്ള ബസ് കയറുവാനായും പറയുന്നു. അങ്ങനെ അതിന് ബിജിമോൾ സമ്മതിക്കും. എന്നാൽ ബിജിമോൾ ആണെങ്കിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ട് ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി. ഇറങ്ങേണ്ട സ്റ്റോപ്പും അവൾ അറിഞ്ഞതേയില്ല. ഒടുവിൽ ഉറക്കമുണർന്നപ്പോഴാണ് താൻ ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞുപോയി എന്നും ബിജിമോൾക്ക് മനസ്സിലായത്. ബിജിമോൾ ഉടനെ തന്നെ സജീവൻ അടുത്തെത്തിയിട്ട് ഒരുപാട് പ്രശ്നമുണ്ടാകും. നിങ്ങളെ കാരണമാ ഞാൻ ലേറ്റ് ആയത്, എനിക്ക് അത്യാവശ്യമായിട്ട് ചോറ്റാനിക്കര എത്തേണ്ടതാ, നിങ്ങൾ എന്താ സ്റ്റോപ്പ് എത്തിയത് പറയാത്തത് എന്നൊക്കെ പറഞ്ഞ് ബിജിമോള് വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു. അങ്ങനെ ബിജിമോള് അവിടുത്തെ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ്. ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് സജീവൻ തന്റെ ഹെഡിനടുത്തേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ബിജിമോൾ ഇരിക്കുന്നു. ബിജിമോള് പരാതി കൊടുക്കുവാനായി എത്തിയിരിക്കുക. സജീവന കാരണമാണ് ബിജിമോൾക്ക് കറക്റ്റ് സമയത്ത് ചോറ്റാനിക്കര എത്താനായും പറ്റാത്തത്. ചോറ്റാനിക്കര പോകുന്നതിന് പിന്നില് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്തെന്നാൽ ഈ ബിജിമോൾ ആണെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുകയാണ്. അവിടെ ഒരു രോഗിക്ക് അത്യാവശ്യമായിട്ട് മരുന്നെത്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അതിനു വേണ്ടിട്ട് പോകുന്നതായിരുന്നു ബിജിമോള്. പക്ഷെ ഈ കാര്യമൊന്നും സജീവൻ അറിയത്തില്ലല്ലോ. സജീവൻ പറയും, ഒരാൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യമൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് തിരക്കാനായി പറ്റത്തില്ലല്ലോ. അപ്പോൾ ഹെഡ് പറയും, അങ്ങനെ തിരക്കണമായിരുന്നു. കാരണം ധീരയായിട്ടുള്ള ഒരു വനിതയായി ഇരിക്കുന്നത്. ഒരു അസുഖം വന്ന രോഗിക്ക് വേണ്ടിയിട്ട് മരുന്നെത്തിക്കുവാനായിട്ട് അത്രയും കഷ്ടപ്പെട്ട അവർ എത്രയും വേഗം ചോറ്റാനിക്കര എത്തണമെന്ന് പറഞ്ഞു പോയത്. അങ്ങനെയുള്ള ഈ ഒരു സ്ത്രീയെ നിങ്ങൾ സഹായിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സജീവനെ ഹെഡ് ഒരുപാട് വഴക്ക് പറയും. എന്നാൽ അതെല്ലാം കേട്ടുകൊണ്ടുവന്ന ബിജിമോൾ പറയുന്നത്, സ്ത്രീകളെ ബഹുമാനമില്ലാത്ത ഇങ്ങനെയുള്ളവരെയൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെ ബിജിമോളും പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ സജീവന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ആ ഉദ്യോഗസ്ഥൻ സജീവനോട് പറയുന്നത്, ഇവർക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ കൊണ്ടുവന്ന് ഇവരെ ഇറക്കി കൊടുക്കണം, അതും ടാക്സി വിളിച്ച്. അത് കഴിഞ്ഞ് നാളെ ഡ്യൂട്ടിക്ക് എത്തുന്ന സമയത്ത് നിനക്കുള്ള പണി ഞാൻ അവിടെ തരാമെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു.
അതനുസരിച്ച് വേറെ വഴിയില്ലാതെ ബിജിമോളെ കൊണ്ടുവന്ന് ആക്കേണ്ട ഉത്തരവാദിത്വം സജീവൻ ഏറ്റെടുക്കുകയാണ്. സത്യത്തിൽ ആ ഒരു ഉദ്യോഗസ്ഥൻ വെറും ഒരു കോഴിയാണ്. അതുകൊണ്ട് വെറുതെ ബിജിമോളുടെ മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതും. അങ്ങനെ വേറെ വഴിയില്ലാതെ സജീവനാണെങ്കിൽ ടാക്സി വിളിച്ച് ബിജിമോളെയും കൊണ്ട് എവിടെയാണോ മരുന്ന് കൊടുക്കേണ്ടത് അവിടേക്ക് തന്നെ കൊണ്ടുപോകുന്നു. മരുന്നെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വരുമ്പോഴും ബിജിമോള് പറയുന്നത് എന്തായാലും എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കുമെന്നും സജീവനെ വല്ലാതെ പേടിപ്പിക്കും. അങ്ങനെ സജീവൻ വേറെ വഴിയില്ലാതെ ബിജിമോളെ അവളുടെ വീട്ടിലും കൊണ്ടുവന്നാക്കി. അടുത്ത ദിവസം രാവിലെ തന്നെ സജീവന് വാട്സപ്പിൽ മെസ്സേജ് വരും. സജീവന് എന്തോ മെമ്മോ വന്ന് കിടക്കുന്നുണ്ട്, അതെന്താണെന്ന് വന്ന് നോക്കുവാനായിട്ട് കൂട്ടുകാർ പറഞ്ഞു. അതനുസരിച്ച് ഓഫീസിൽ എത്തിയ സമയത്ത് ഹെഡ് പറയുന്നുണ്ട്, നിനക്ക് അയാൾ മെമ്മോ അയച്ചിരിക്കുകയാണ്, നീ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്ക്. പിന്നെ വലിയ പ്രശ്നമൊന്നും ആക്കാൻ പോണ്ട, അയാളുടെ സ്വഭാവം അറിയാലോ, നിന്നെ ഞാൻ വേറെ റൂട്ടിലേക്ക് ഇടാമെന്നും പറയുന്നു. അതനുസരിച്ച് സജീവന ഉദ്യോഗസ്ഥനാണെങ്കിൽ മറ്റൊരു റൂട്ടിലേക്ക് ഇടുകയാണ്. എന്നത്തെയും പോലെ സമാധാനത്തോടു കൂടി പുതിയ റൂട്ടിലേക്കും സജീവൻ പ്രവേശിക്കും. എന്നാൽ അതേ ബസ്സിൽ തന്നെ വീണ്ടും ബിജിമോളെ കാണുന്നു. ബിജിമോൾ പറയുന്നുണ്ട്, എടോ താൻ വീണ്ടും ഇതിൽ കയറിയോ? ഓ, റൂട്ട് മാറി എന്നെ പറ്റിക്കുകയായിരിക്കില്ലേ, ഞാൻ നിങ്ങളുടെ ഉദ്യോഗസ്ഥന് വിവരം അറിയിക്കുമെന്നും അവൾ പറയുന്നു. അത് കേട്ട് സജീവനാണെങ്കിൽ നീ എന്ത് വേണോ ചെയ്തോ എന്ന് അവളോട് പറയും. സജീവന് ബിജിമോളോട് വല്ലാത്ത ദേഷ്യമാണ്. അന്നേ ദിവസം യാത്രക്കാരെല്ലാവരും പോയി കഴിഞ്ഞ് അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് സജീവൻ വെയിറ്റ് ചെയ്യുന്ന സമയം സജീവന് വല്ലാത്ത തലവേദന എടുക്കുവാനായും തുടങ്ങി. അത് കാണുന്ന ഡ്രൈവർ പറയുന്നുണ്ട്, ദേ അടുത്തൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, നീ അവിടെ പോയി ഗുളിക വാങ്ങി കഴിക്കേ. അതനുസരിച്ച് സജീവൻ നേരെ മെഡിക്കൽ ഷോപ്പിലേക്കും എത്തി. അവിടെ നിൽക്കുന്ന ആളിനെ കണ്ട് സജീവൻ ഞെട്ടിപ്പോകും. അത് മറ്റാരുമല്ല, ബിജിമോളായിരുന്നു. ബിജിമോളുടെ മെഡിക്കൽ ഷോപ്പായിരുന്നു അത്. സജീവൻ ചെന്നിട്ട് ഒരു തലവേദനയുടെ ഗുളിക എന്ന് ചോദിക്കുമ്പോഴും അവനെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല ബിജിമോൾ. മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്യുന്നതും. അത് കാരണം സങ്കടം വന്ന സജീവനാണെങ്കിൽ ഇനി ഗുളിക ഒന്നും വേണ്ടാന്ന് കരുതി തിരികെ ബസ്സിലേക്കും പോയിരിക്കും. കുറെ യാത്രക്കാരൊക്കെ കയറി കഴിഞ്ഞു. എന്നാൽ ഒരു സ്ത്രീ വന്നിട്ട്, ദേ തലവേദനയുടെ മരുന്ന് ഇല്ല കൊച്ചു തരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് സജീവനെ ഏൽപ്പിക്കുന്നു. ബിജിമോളാണ് തനിക്ക് വേണ്ടിയിട്ട് ഗുളിക കൊടുത്തു വിട്ടതെന്നറിഞ്ഞ് സജീവൻ ഒരുപാട് സന്തോഷമായി. സജീവന് ബിജിമോളോട് ചെറിയ ക്രഷൊക്കെ തോന്നുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ബിജിമോളെ അവൾ അറിയാതെ ഒളിഞ്ഞൊക്കെ നോക്കുകയാണ് സജീവൻ. അതിനുശേഷം കാണിക്കുന്നത് പഞ്ചായത്ത് മെമ്പറിനെയാണ്. പഞ്ചായത്തിലേക്ക് ആടിനെയും പോത്തിനെയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 3-ാം വാർഡിലുള്ള ആർക്കോ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണെന്നാണ് പഞ്ചായത്ത് മെമ്പർ ആ ഒരു പിക്കപ്പ് ഡ്രൈവറിനോട് പറയുന്നത്. എന്നാൽ അത് കേട്ട് പിക്കപ്പ് ഡ്രൈവർ പറയുന്നത്, 3-ാമത്തെ വാർഡിലോ? ആ 3-ാമത്തെ വാർഡ് ആരുടേതാണെന്ന് അറിയാലോ, കുഞ്ഞുമോളുടെ. കുഞ്ഞുമോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആകെ പ്രശ്നമാകുമെന്നും പിക്കപ്പ് ഡ്രൈവർ പറയുന്നു. അത് കേട്ട് മെമ്പറിന് വല്ലാതെ ദേഷ്യം വരും. കുഞ്ഞുമോൾ അറിഞ്ഞ എന്ത് ചെയ്യാനെന്നാ, കഴിഞ്ഞ തവണ ഞാൻ അവർക്കൊരു പശുവിനെ കൊടുത്തു, എന്നാൽ ആ പശുവിനെ മറിച്ചു വിറ്റിട്ട് നാട്ടുകാരോട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്താ, പശു ചത്തുപോയി എന്നല്ലേ, അതുകൊണ്ട് ഇതിനെ ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്നില്ല എന്നും മെമ്പർ പറയുന്നു. പറഞ്ഞു തീർന്ന ഉടനെ തന്നെ പോത്തിനെയും ആട്ടിൻകുട്ടികളെയും ഒക്കെ കെട്ടാനായിട്ട് ചെന്നതും ദേ അവിടെ നിൽക്കുന്നു കുഞ്ഞുമോള്. കുഞ്ഞുമോൾ ഉടനെ തന്നെ എന്തായാലും ഇതിനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്ന മട്ടിൽ തന്നെ നിൽക്കുകയാണ്. അത് കേട്ട് മെമ്പറും സമ്മതിക്കുന്നില്ല. എന്നാൽ കുഞ്ഞുമോളാണെങ്കിൽ മെമ്പറിന്റെ സെറ്റപ്പുകളുടെ കാര്യമെല്ലാം നാട്ടിൽ പറഞ്ഞ് പാട്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൂട്ടത്തിലുണ്ടായിരുന്ന പോത്തിനെ കുഞ്ഞുമോൾ അടിച്ചെടുത്ത് വീട്ടിലേക്കും കൊണ്ടുവരികയാണ്. മറ്റൊരു വശത്ത് സജീവനാണെങ്കിൽ തന്റെ കൂട്ടുകാരനായ രമേശിനടുത്തെത്തിയിട്ട് തനിക്ക് ബിജിമോളെ ഇഷ്ടമാണെന്നുള്ള കാര്യം രമേശിനോട് പറയുന്നു. എന്നാൽ രമേശൻ ചോദിക്കുന്നത്, അന്ന് നീ പറഞ്ഞ ആ പെണ്ണല്ലേടാ നിന്റെ സസ്പെൻഷന് കാരണം അവളല്ലേ, അവളെ വിശ്വസിക്കാനൊക്കെ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്തായാലും അവളെ എനിക്ക് ഇഷ്ടമാ, എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്നും സജീവൻ പറയുന്നു. അതനുസരിച്ച് ബിജിമോളുടെ വീട്ടിലേക്ക് പെണ്ണ് കാണുവാനായി എത്തുകയാണ് സജീവനും രമേശനും. ബിജിമോൾക്കാണെങ്കിൽ ചായം കൊണ്ട് ചെല്ലുന്നതിന് ഒട്ടും താല്പര്യമേ ഇല്ല. എന്നാൽ അച്ഛൻ പറയുന്നത്, ആദ്യമായിട്ടാ മോളെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വീട്ടിലേക്ക് വന്നത്, നീ എന്തായാലും ചായം കൊണ്ട് ചെല്ലുവാനായിട്ട് പറയുന്നു. അതനുസരിച്ച് ബിജിമോൾ ചായയും കൊണ്ട് പുറത്തേക്ക് വരും. ബിജിമോൾക്ക് സമ്മതമല്ലേ എന്ന് സജീവൻ ചോദിക്കുമ്പോൾ എന്തായാലും അമ്മയും കൂടി വരട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്നും ബിജിമോൾ പറയുന്നു. പറഞ്ഞു നാവെടുത്തില്ല, ദേ വരുന്നു ബിജിമോളുടെ അമ്മ. അമ്മ മറ്റാരുമല്ല, ആ കുഞ്ഞുമോള് തന്നെയാണ്, ടെറർ കുഞ്ഞുമോൾ. കുഞ്ഞുമോള് പോത്തിനെയും കൊണ്ട് വീട്ടിലേക്ക് വരും. കുഞ്ഞുമോളെ കണ്ടതും ബിജിമോളുടെ അച്ഛനാണെങ്കിൽ പേടിച്ചെഴുന്നേറ്റ് അവിടേക്ക് ചെല്ലുന്നു. കുഞ്ഞുമോൾ അത്രയ്ക്കും ഭീകരിയാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ദേ ഈ പോത്തിനെ അഴിച്ചു കൊണ്ടുപോയി അവിടെ കെട്ടു മനുഷ്യ എന്ന് ബിജിമോളുടെ അച്ഛനോട് പറയുന്നു. അമ്മയെ കണ്ടതും ബിജിമോളും അകത്തേക്ക് കയറിപ്പോകും. എന്നാൽ അച്ഛൻ പോത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയം തന്നെ അച്ഛന്റെ കയ്യിൽ നിന്നും പോത്താണെങ്കിൽ രക്ഷപ്പെട്ടോടും.
അത് കാണുന്ന രമേശൻ പറയുന്നുണ്ട്, എടാ ഇതാ അവസരം, അവരുടെ മനസ്സിൽ ഇടം നേടാൻ, വാ നമുക്ക് പോയി ആ പോത്തിനെ പിടിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ രമേശനും സജീവനും ചേർന്ന് ആ ഒരു പോത്തിന്റെ കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് അമ്മയുടെ കൈവശം ഏൽപ്പിക്കുകയാണ്. അത് കാണുന്ന അമ്മയാണെങ്കിൽ നിങ്ങൾ ആരാന്ന് ചോദിക്കും. ബിജിമോളെ പെണ്ണ് കാണാൻ വന്നതാണെന്നും അമ്മയോട് പറയുന്നു. എന്നാൽ കുഞ്ഞുമോൾ ഒരു ആവശ്യം അവരോട് പറയുകയാണ്. എനിക്ക് വിവാഹത്തിലേക്ക് താല്പര്യം തന്നെ, പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ടെന്ന് പറയും. അതിനുശേഷം കാണിക്കുന്നത് സജീവന്റെ വീടാണ്. സജീവന്റെ അളിയനും സഹോദരിയും എല്ലാം ചർച്ച ചെയ്യുകയാണ്. സജീവന്റെ അളിയൻ പറയുന്നുണ്ട്, അവരെ ആവശ്യപ്രകാരം ഇവനെ അവിടെ നിർത്താനൊന്നും പറ്റത്തില്ല, ഈ ഒരു ബന്ധം ശരിയാകുമെന്നൊന്നും തോന്നില്ല. ഞാൻ ഈ നാട്ടിലൊക്കെ അന്വേഷിച്ചു, അവളുടെ വീട്ടുകാരെ പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല പറയുന്നത്, പക്ഷെ പെൺകുട്ടിയെ പറ്റി അങ്ങനെ ആരും മോശമൊന്നും പറയുന്നില്ല എന്നും അളിയൻ പറയുന്നു. ബിജിമോളുടെ അമ്മ എന്താവശ്യമാണ് പറഞ്ഞതെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാമല്ലോ. ജീവിതകാലം മുഴുവൻ സജീവൻ അവരുടെ വീട്ടിൽ തന്നെ നിൽക്കണമെന്നാണ്. അങ്ങനെ സജീവൻ പറയുന്നത്, എനിക്ക് എന്തായാലും ബിജിമോളെ ഒരുപാട് ഇഷ്ടമാണ്, അവളെ എനിക്ക് വിവാഹം കഴിക്കണമെന്നും സജീവൻ പറയുന്നു. എന്തായാലും അവൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ, നമുക്കിതങ്ങ് നടത്തി കൊടുക്കാമെന്നും സജീവന്റെ ചേച്ചി പറയുന്നു. അതനുസരിച്ച് സജീവന്റെയും ബിജിമോളുടെയും വിവാഹം കഴിഞ്ഞു. വിവാഹമൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് സജീവന്റെ വീട്ടുകാരെല്ലാവരും പോകുവാനായിട്ട് ഇറങ്ങുകയാണ്. എങ്ങനെയാണോ ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയുടെ വീട്ടിലാക്കിയിട്ട് പോകുന്നത്, അതുപോലെ തന്നെ സജീവനെ ബിജിമോളുടെ വീട്ടിലാക്കിയിട്ട് എല്ലാവരും യാത്ര പറഞ്ഞ് സങ്കടത്തോടു കൂടിയാണ് തിരികെ പോകുന്നതും. സജീവനും വല്ലാത്ത സങ്കടമുണ്ട്. വിഷമിച്ചു നിൽക്കുന്ന സജീവനെ സമാധാനിപ്പിച്ച് ബിജിമോൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ബെഡ്റൂമിൽ ഇരിക്കുന്ന സമയം ബിജിമോൾ സജീവനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ കന്യെ കാണുമ്പോൾ എപ്പോഴും അടിയായിരുന്നല്ലേ, എന്നിട്ട് ദേ ഇപ്പോഴോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതേ സമയത്തായിരുന്നു താഴെ അച്ഛന്റെ ബഹളം കേൾക്കുന്നതും. അച്ഛനാണെങ്കിൽ മദ്യപിച്ച് ആകെ പ്രശ്നം. അമ്മ അച്ഛനെ വല്ലാതെ വഴക്ക് പറയുന്നുണ്ട്. താഴെ നടക്കുന്ന പ്രശ്നം എന്തെന്ന് നോക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ബിജിമോൾ ഉറക്കമായി. അടുത്ത ദിവസം സജീവൻ പോത്തിനെ തീറ്റുകയായിരുന്നു. സജീവന്റെ അടുത്തേക്ക് ബിജിമോളുടെ അച്ഛനെത്തും. എന്നിട്ട് ബിജിമോളുടെ അച്ഛനാണെങ്കിൽ തന്റെ മൂത്ത മകനെ പറ്റി പറയുന്നു. എന്റെ മകനുള്ളപ്പോഴേ അവനും ഇതുപോലെയായിരുന്നു. ഞാൻ എന്ത് വിഷമമുണ്ടെങ്കിലും അവനോടാ ചെന്ന് പറയുന്നത്. ഞാനും അവനും അത്രയ്ക്ക് കൂട്ടായിരുന്നു. പക്ഷെ എന്റെ ഭാര്യയ്ക്കും മകൾക്കും സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും അത് പുറമെ പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. പക്ഷെ എന്റെ മോൻ അങ്ങനെയല്ല, അവൻ സ്നേഹം പുറമെ പ്രകടിപ്പിക്കുന്നവനാ. എന്ത് ചെയ്യാൻ, അവൻ ആത്മഹത്യ ചെയ്തില്ലേ. അവൻ സ്നേഹിച്ച പെൺകുട്ടിയെ അവളുടെ വീട്ടുകാർ വേറെങ്ങോട്ടോ കെട്ടിച്ചു വിട്ടു. പിന്നെ ഓരോരുത്തരുടെ വാശി എന്റെ മോന്റെ ജീവനും പോയെന്നും അച്ഛൻ സങ്കടത്തോടെ പറയുന്നു. അപ്പോഴായിരുന്നു സജീവന്റെ അളിയനും കൂട്ടുകാരനായ രമേശനും അവിടേക്ക് വരുന്നതും. അങ്ങനെ കുറച്ചു നേരം അളിയനും രമേശനും പിന്നെ സജീവനും ബിജിമോളുടെ അച്ഛനും ഒക്കെ അവിടെ ഇരുന്ന് മദ്യപിക്കും. ആ സമയത്ത് ബിജിമോള് നല്ല സന്തോഷത്തോടു കൂടിയാണ് സജീവന്റെ അടുത്ത് നിൽക്കുന്നതും. എന്നാൽ എല്ലാവരും പോയി കഴിഞ്ഞതും ബിജിമോളുടെ സ്വഭാവം മാറി. കള്ളു കുടിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് അന്നേ ദിവസം സജീവനെ റൂമിൽ നിന്നും ബിജിമോൾ ഇറക്കി വിട്ടതും. മാത്രമല്ല താഴെ ആകെ പ്രശ്നം. അച്ഛനെ കുഞ്ഞുമോൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അവൻ എന്തിനാ അവന്റെ വീട്ടുകാരെയൊക്കെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് എന്നതായിരുന്നു കുഞ്ഞുമോളുടെ പ്രശ്നവും. സജീവന്റെ വീട്ടുകാർ വന്നത് കുഞ്ഞുമോൾക്ക് അത്ര ഇഷ്ടമായതേയില്ല. എന്നാൽ അച്ഛൻ പാവം എന്ത് ചെയ്യാനാ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബിജിമോളുടെ നിർബന്ധപ്രകാരം ബിജിമോള് സജീവനെയും കൂട്ടി സജീവന്റെ വീട്ടിലേക്കും പോയി. 2 ദിവസം അവിടെ നിന്നിട്ട് വരാമെന്ന് കരുതിയാണ് പോയതും. എന്നാൽ അവിടെ ചെന്നതും സജീവൻ എല്ലാവരോടും നല്ല ഹാപ്പി ആയിട്ട് പെരുമാറുന്നു. കുട്ടികളോടൊപ്പം കളിക്കുന്നു, നന്നായിട്ട് ആഹാരം കഴിക്കുന്നു. എന്നിട്ട് സജീവൻ പറയുന്നുണ്ട്, കുറെ നാളുകൾക്ക് ശേഷം ദേ ഇപ്പോഴാ ഞാൻ നല്ല സന്തോഷത്തോടു കൂടി ആഹാരം കഴിക്കുന്നതെന്ന് പറയും. അത് കേൾക്കുന്നതും ബിജിമോൾക്ക് വല്ലാതെ ദേഷ്യം വരും. മാത്രമല്ല സ്വന്തം സഹോദരിക്ക് വിളമ്പി കൊടുക്കുന്നു. എപ്പോഴും സഹോദരിയുടെ മക്കളാണെങ്കിൽ സജീവന് പിന്നാലെ നടക്കും. അത് കാരണം ബിജിമോൾക്ക് ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല. എനിക്കിവിടെ നിൽക്കുന്നത് വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് രാത്രിക്ക് രാത്രി തന്നെ തുണിയും എല്ലാം ബാഗിൽ പറക്കി വെച്ച് നിൽക്കുകയാണ് ബിജിമോൾ. വേറെ വഴിയില്ലാതെ സജീവൻ അളിയനോട് പറയും, അളിയാ ദേ ബിജിമോളുടെ അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല, നെഞ്ചുവേദന എന്ന് പറഞ്ഞെന്നെ വിളിച്ചു, ഞങ്ങളെന്നാ വീട്ടിലേക്ക് പോകട്ടെ എന്ന് പറയും. ഉടനെ തന്നെ രമേശൻ കാറും എടുത്തു വന്നു. രണ്ടുപേരെയും വീട്ടിൽ കൊണ്ടുവന്നാക്കും. എന്നാൽ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഒരു അസുഖവും ഇല്ലാതെ കുഞ്ഞുമോൾ ദേ ഇറങ്ങി വരുന്നു. അത് കാണുന്ന രമേശൻ ചോദിക്കുന്നുണ്ട്, സജീവ നിനക്ക് എന്തെങ്കിലും വിഷമം ഈ വീട്ടിലുണ്ടോ? അതിനില്ല എന്ന് മറുപടി പറഞ്ഞിട്ടാണ് സങ്കടത്തോടെ രമേശൻ കയറി പോകുന്നതും. അടുത്ത ദിവസം എന്നത്തെയും പോലെ സജീവൻ ഡ്യൂട്ടിക്ക് പോകും. ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ബിജിമോളുടെ കോള് വരികയാണ്. കോൾ എടുത്തതും ബിജിമോള് പറയുന്നത്, മെഡിക്കൽ ഷോപ്പിന് മുന്നിലൂടെയുള്ള റൂട്ടിൽ പോകുന്ന KSRTC ബസ്സിൽ ഇന്നെന്താ നിങ്ങളില്ലാതിരുന്നത്? ഓ എന്റെ മുഖം കാണണ്ടെന്ന് കരുതിയായിരിക്കുമല്ലേ? അപ്പോൾ അത് കേട്ട് സജീവൻ പറയുന്നത്, നിന്റെ മുഖം കാണണ്ടെന്ന് കരുതിയോ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കും. എന്നാലും ബിജിമോള് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് സജീവനോട് വയലന്റ് ആകുന്നു. ദേഷ്യം വന്ന സജീവനാണെങ്കിൽ നീ വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞിട്ട് കോളും കട്ട് ചെയ്യും.
എന്നാൽ ബിജിമോൾക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ബിജിമോൾക്ക് ഇപ്പോൾ സജീവനെ കൈ കിട്ടിയാൽ കൊല്ലണമെന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞതും സജീവൻ പോയ ബസ് ആക്സിഡന്റ് ആയി എന്നുള്ള കാര്യം ബിജിമോളും സജീവന്റെ കുടുംബക്കാരും എല്ലാവരും അറിയുകയാണ്. ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ അടക്കം 4 പേർ ഗുരുതരാവസ്ഥയിലാണെന്ന് എല്ലാവരും അറിയിക്കുകയാണ്. ബിജിമോളും അമ്മയും പിന്നെ അളിയനും സഹോദരിയും മക്കളും എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടർ പറയുന്നത് ഇടിയുടെ ആഘാതത്തിൽ സജീവന്റെ കിഡ്നിക്ക് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. 2 കിഡ്നി ഫെയിലിയർ ആണ്. എത്രയും വേഗം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ സജീവന്റെ ജീവൻ ആപത്താണെന്നും ഡോക്ടർ പറയുന്നു. ഈ ഒരു സമയത്ത് ഡോണറെ കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല. അവരൊരുപാട് അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. ഒടുവിൽ സജീവന്റെ സഹോദരി കിഡ്നി കൊടുക്കാനായും തയ്യാറാകുന്നു. എന്നാൽ അതേ സമയമാണ് ഡോക്ടർ അവരെ വിളിച്ചുകൊണ്ടു പോകുന്നതും. എന്തെന്നാൽ ബിജിമോള് സജീവന് കിഡ്നി കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്, താൻ കൊടുക്കാമെന്നും പറയുന്നു. അത് കേട്ട് അളിയനും സഹോദരിക്കുമൊക്കെ അഭിമാനമാണ് തോന്നുന്നത്. കാരണം ഒരു ഭാര്യയല്ലേ ഭർത്താവിന് കിഡ്നി കൊടുക്കുന്നതും. എന്നാൽ ആ വിവരം പറഞ്ഞ കുഞ്ഞുമോളാണെങ്കിൽ ബിജിമോളോട് ഒരുപാട് ദേഷ്യപ്പെടും. എന്റെ ആകെ ഉണ്ടായിരുന്ന ഒരു മോനും പോയി, ഇനി നീയും കൂടി എന്തിനാ അവന് കിഡ്നിയൊക്കെ കൊടുക്കുന്നത്? അവര് വേറെന്തെങ്കിലും ചെയ്തോളും എന്ന് പറഞ്ഞിട്ടാണ് അമ്മ കിടന്ന് ചാടുന്നതും. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോളെ നീ ഒരു കാര്യം ചിന്തിക്കണം. ഭർത്താവെന്ന് പറയുന്നത് ഭാര്യയുടെ പാതിയാണ്. അപ്പോൾ ഭർത്താവിന്റെ ജീവന് വേണ്ടിയിട്ട് ഭാര്യ എന്ത് ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിക്കണമെന്നും പറഞ്ഞിട്ടാണ് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. ബിജിമോളാണെങ്കിൽ തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് കിഡ്നി കൊടുക്കുവാനായിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. പക്ഷെ കുഞ്ഞുമോൾക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യവും. അങ്ങനെ ഓപ്പറേഷനും കഴിഞ്ഞു. ബിജിമോളുടെ കിഡ്നിയാണ് ഇപ്പോൾ സജീവനിൽ പ്രവർത്തിക്കുന്നതും. അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ബിജിമോൾ സജീവനെ കാണാനായി എത്തും. അപ്പോൾ സജീവൻ ചോദിക്കുന്നുണ്ട്, വേദനയൊക്കെ ഉണ്ടോ? എന്നാൽ ബിജിമോൾ പറയുന്നത്, അതൊന്നും സാരമില്ല, ഞാൻ സജീവേട്ടന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. പിന്നെ ഒരു കാര്യം ഓർത്തോളണം, എന്റെ കിഡ്നിയാണ് നിങ്ങളുടെ ദേഹത്തിരിക്കുന്നതെന്ന്. എന്റെ കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് വിരട്ടിയിട്ടാണ് സൈക്കോയായ ബിജിമോൾ അവിടെ നിന്ന് പോകുന്നതും. അപ്പോൾ സജീവന്റെ മട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവളുടെ കയ്യിൽ നിന്നും ഒരു കിഡ്നി പോലും വാങ്ങണ്ടായിരുന്നു, പെട്ടെന്നെടുത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഊരി കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ, ഒരു കിഡ്നിയല്ലേ. അങ്ങനെ അബദ്ധം പറ്റിയ നിലയിലിരിക്കുകയാണ് സജീവനും. സജീവനെ ഡിസ്ചാർജ് ചെയ്ത് സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ബിജിമോള് സമ്മതിച്ചില്ല. കാരണം സഹോദരിയുമായിട്ട് അത്ര സ്നേഹം കാണിക്കുന്നതെന്നും ബിജിമോൾക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. താൻ തന്നെ തന്റെ ഭർത്താവിനെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് ബിജിമോള് സജീവനെയും കൂട്ടി വന്നു. എന്നാൽ കുഞ്ഞുമോളുടെ കുത്തുവാക്കുകളെല്ലാം സജീവൻ കേൾക്കേണ്ടി വന്നു. മാത്രമല്ല ഒരു അയൽവാസിയായ സ്ത്രീയാണെങ്കിൽ ബിജിമോളോട് വന്ന് ചോദിക്കുന്നുണ്ട്, ബിജിമോളെ, നീ നിന്റെ ഭർത്താവിന് കിഡ്നി കൊടുത്തില്ലേ? ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നാ ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. അത് കേൾക്കുന്നതും ബിജിമോൾക്ക് വല്ലാതെ ദേഷ്യം വരും. ചേച്ചിക്കിപ്പോൾ എന്തൊക്കെയാ അറിയേണ്ടത് എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ഉടനെ തന്നെ ആ സ്ത്രീ നേരെ കുഞ്ഞുമോളുടെ അടുത്ത് ചെന്നിട്ട്, ദേ ഇങ്ങനെ കിടക്കുന്ന ഒരുത്തനി ഇനി എങ്ങനെയാ ജോലി ചെയ്ത് ബിജിമോളെ കൂടി നോക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അത് കേൾക്കേണ്ട താമസം കുഞ്ഞുമോളാണെങ്കിൽ ദേ സജീവനെ കുറ്റം പറയുവാനായി തുടങ്ങി. ഇതെല്ലാം അകത്തിരുന്ന് മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ബിജിമോളും അകത്തേക്ക് വരുന്നു. സജീവനാണെങ്കിൽ വല്ലാത്ത സങ്കടം. സജീവനാണെങ്കിൽ ബിജിമോളോട് പറയുന്നുണ്ട്, നിന്റെ അമ്മയോട് പറയണം എനിക്ക് ജോലിയൊന്നും ഉറപ്പായി നഷ്ടപ്പെടില്ല എന്നുള്ളത്. അത് കേട്ട് ബിജിമോളാണെങ്കിൽ, അമ്മ പറയുന്നതെന്നും നിങ്ങൾ കാര്യമാക്കണ്ട, പക്ഷേ ഞാൻ തന്നിട്ടുള്ള എന്റെ കിഡ്നി നിങ്ങൾ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സൈക്കോ ബിജിമോൾ അവിടെ നിന്ന് പോകുന്നതും. ബിജിമോളുടെ നന്നായിട്ടുള്ള പരിചരണം കാരണം സജീവൻ നന്നായിട്ട് ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഒരിക്കൽ കുഞ്ഞുമോളാണെങ്കിൽ സജീവനെ ഒരുപാട് വഴക്ക് പറയും. ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാതെ പോയ ഇൻഷുറൻസിന്റെ കാശെങ്കിലും വാങ്ങിയെടുക്ക് എന്ന് പറഞ്ഞിട്ട് അവനെ മോശമായിട്ടാണ് പറയുന്നതും. അതും ഒരു അമ്മായിയമ്മ അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? അത് കേൾക്കുന്ന കുഞ്ഞുമോളുടെ ഭർത്താവ് പറയുന്നുണ്ട്, നീയെ ഇവനോട് പോര് കാണിക്കാനേ ഇത് നിന്റെ മരുമോളല്ല മരുമോന, അത് നീ ആദ്യം ഓർക്കണം എന്ന് പറയും. പക്ഷെ അതൊക്കെ കുഞ്ഞുമോൾ എവിടെ കേൾക്കാൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സജീവന്റെ സഹോദരിയുടെ മകളുടെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയിട്ട് സജീവൻ ബിജിമോളെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയം ബിജിമോൾക്കാണെങ്കിൽ അവിടെ അത്ര ഇഷ്ടമാകുന്നതേയില്ല. പ്രത്യേകിച്ച് സജീവന്റെ വീട്ടുകാരെ ബിജിമോൾക്ക് അത്ര ഇഷ്ടമല്ല. അതേസമയം തന്നെയായിരുന്നു സജീവന്റെ ഫോൺ കുട്ടികളെടുത്ത് കളിച്ചുകൊണ്ട് നടന്നിട്ട് ബിജിമോളുടെ കൈവശം ഏൽപ്പിക്കുന്നതും. ബിജിമോൾ ആണെങ്കിൽ ചുമ്മാതെ പരിശോധന നടത്തും. ഈ ബിജിമോൾക്ക് ഒരു സ്വഭാവമുണ്ട്, സജീവന്റെ ഫോണില് അധികം ആരും വിളിക്കുന്നതോ മെസ്സേജ് അയക്കുന്നതോ ഒന്നും തന്നെ ഇഷ്ടമാകുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ ബിജിമോൾ ചുമ്മാതെ ഫോണൊന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ അതിൽ പഴയ ചന്ദ്രിക ഉണ്ടല്ലോ, ചന്ദ്രികയുടെ മെസ്സേജ് കാണുന്നു. ചന്ദ്രിക പറയുന്നത്, എന്റെ ഭർത്താവിനെ എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല, കല്യാണം കഴിഞ്ഞിടയ്ക്ക് കാണിച്ച സ്നേഹം തന്നെ. എപ്പോഴും ഞാൻ സജീവേട്ടനെ ഓർക്കും, നമ്മൾ തമ്മിൽ അങ്ങ് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ചന്ദ്രിക അയച്ച മെസ്സേജ് ബിജിമോൾ കേൾക്കുകയാണ്.
അതും കൂടി ആയപ്പോൾ തീർന്നു. ബിജിമോള് കലിതുള്ളി നേരെ സജീവൻ അടുത്തേക്ക് വരും. അപ്പോൾ കാണുന്ന കാഴ്ച, മദ്യപിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന സജീവന്റെ കൈവശവും ഒരു ഗ്ലാസ് ഇരിക്കുന്നു, അതിൽ കുറച്ച് മദ്യവും. അത് കാണുന്ന ബിജിമോൾ കരുതുന്നത് സജീവനും മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. പക്ഷെ സജീവൻ മദ്യപിച്ചിട്ടില്ല. ബിജിമോൾ നേരെ വന്നിട്ട് സജീവനെ വഴക്ക് പറയും. എന്നിട്ട് ബിജിമോൾ പറയുന്നുണ്ട്, എന്റെ കിഡ്നിയാ നിങ്ങളുടെ ദേഹത്തിരിക്കുന്നത്, അതിങ്ങനെ നശിപ്പിച്ചു കളയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. ഞാൻ മദ്യപിച്ചിട്ടില്ലെന്ന് സജീവൻ പറയുമ്പോൾ അത് കേൾക്കാൻ കൂട്ടാക്കാത്ത ബിജിമോളാണെങ്കിൽ നിങ്ങളാണോ ഒഴിച്ചു കൊടുത്തതെന്ന് ചോദിച്ച് രമേശിന്റെ കവിളിനിട്ടൊരടി കൊടുക്കും. അത് രമേശിന്റെ ഭാര്യ കണ്ടുകൊണ്ടുവരുന്നു. ആകെ പ്രശ്നമായി. രമേശിനോട് മാപ്പ് പറയുവാനായിട്ട് സജീവൻ പറഞ്ഞിട്ട് പോലും ബിജിമോള് കേൾക്കുവാനായും കൂട്ടാക്കുന്നില്ല. അത് കാണുന്ന രമേശിന്റെ ഭാര്യ രമേശിനെയും അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോകും. എന്നാൽ അത് മാത്രമല്ല ബിജിമോള് ചെയ്തത്. ബിജിമോൾ അളിയനെയും മോശമായി പറഞ്ഞു. അത് സജീവന് സഹിച്ചില്ല. അളിയനെ നീ ഒന്നും പറയരുത്, നീ മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടും ബിജിമോള് മാപ്പ് പറയാൻ തയ്യാറായില്ല. ഒടുവിൽ സജീവൻ ബിജിമോളെ തല്ലി. എന്നാൽ ദേഷ്യം വന്ന ബിജിമോളാണെങ്കിൽ തന്റെ ബാഗും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. സജീവൻ പറയുന്നുണ്ട്, എനിക്ക് മടുത്തു, അവൾ പോണെങ്കിൽ പോട്ടെ എന്ന്. വീട്ടിലെത്തിയ ബിജിമോള് കുഞ്ഞുമോളോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. കേൾക്കേണ്ട താമസം കുഞ്ഞുമോള് ബിജിമോളെയും കൂട്ടിയിട്ട് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് സജീവനെതിരായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. കംപ്ലൈന്റ് കൊടുത്തത് സജീവൻ തല്ലിയതിനാണെന്ന് നിങ്ങൾ കരുതും. പക്ഷെ അല്ല, സജീവന് കൊടുത്ത കിഡ്നി തിരിച്ചു വേണമെന്ന്. അതാണ് കംപ്ലൈന്റ്. കംപ്ലൈന്റ് വായിച്ചതും പോലീസുകാരന് പോലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങൾ ഈ പറയുന്ന കേസേ ഒരിക്കലും മുൻപോട്ട് പോകാൻ സാധ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞ് പോലീസുകാരൻ അവരെ ഒഴിവാക്കി വിടുവാനായും നോക്കും. അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് രമേശനും ഭാര്യയും വരുന്നത്. രമേശന്റെ ഭാര്യയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ബിജിമോൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കണം. രമേശൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങളെന്താ പുരുഷന്മാർ വരെ കൈവയ്ക്കുന്ന സ്ത്രീയോ എന്ന് ചോദിച്ചിട്ട് ആ ഒരു കംപ്ലൈന്റ് അങ്ങ് രജിസ്റ്റർ ചെയ്യുന്നു. എന്തായാലും നിങ്ങളും കേസുമായിട്ട് കോടതിയിൽ പോവുകയല്ലേ, അപ്പോൾ രണ്ട് കേസും ഒരുമിച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞാണ് കേസ് ഫയൽ ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യവും നടക്കാതായ സമയത്ത് കുഞ്ഞുമോള് നേരെ ബിജിമോളെയും കൂട്ടി എത്തിയത് ഒരു വക്കീലിനടുത്തേക്കായിരുന്നു. പക്ഷെ വക്കീലും ആ ഒരു കേസ് ഏറ്റെടുക്കുവാനായിട്ടും തയ്യാറായില്ല. അതെല്ലാം കേട്ടുകൊണ്ട് വക്കീലിന്റെ ജൂനിയർ ആയിട്ടുള്ള ജിജോയും അവിടെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ ജിജോയാണെങ്കിൽ കുഞ്ഞുമോളുടെ വീട് കണ്ടുപിടിച്ച് വീട്ടിലേക്ക് എത്തും. എന്നിട്ട് ആ ഒരു കേസ് താൻ ഏറ്റെടുക്കാമെന്നും നിങ്ങൾക്ക് ഞാൻ നീതി വാങ്ങി തരുമെന്ന് ജിജോ കുഞ്ഞുമോളോട് പറഞ്ഞു. അങ്ങനെ ജിജോയെ വിശ്വസിച്ച് കുഞ്ഞുമോള് കേസ് ഏൽപ്പിക്കും. കേസ് കോടതിയിലെത്തിയ ദിവസം എത്തി. എല്ലാവരും കോടതിയിലെത്തിയിട്ടുണ്ട്. കുഞ്ഞുമോൾക്കൊക്കെ വേണ്ടിയിട്ട് ജിജോയും പിന്നെ സജീവനൊക്കെ വേണ്ടിയിട്ട് മറ്റൊരു വക്കീലും ഹാജരായിട്ടുണ്ട്. കോടതിയിൽ വാദം നടക്കുകയാണ്. അടുത്ത ഹിയറിംഗ് 1 മാസത്തിന് ശേഷമെന്നും ജഡ്ജി വിധി എഴുതി. ഇതെല്ലാം കാരണം ഇപ്പോൾ സജീവന്റെ മനഃപൂർവ്വം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്റെ കിഡ്നി പോണെങ്കിൽ പോട്ടെ എന്നാണ് സജീവൻ പറയുന്നതും. അതേസമയം തന്നെയായിരുന്നു കുഞ്ഞുമോളുടെ ഭർത്താവ് പോത്തിനെ തീറ്റിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം. അപ്പോൾ കുഞ്ഞുമോളുടെ ഭർത്താവിന്റെ സഹോദരൻ അവിടേക്ക് വരും. നമ്മുടെ മുത്തശ്ശി മരിച്ചുപോയി. ഞാനിവിടെ കുഞ്ഞുമോൾ ചേച്ചിയെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു മുത്തശ്ശിയുടെ ചടങ്ങെല്ലാം നടന്നത്. ചേട്ടൻ വരുമെന്ന് കരുതി ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നു. പക്ഷെ ചേട്ടൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സഹോദരൻ കരയും. അത് കേട്ടതും കുഞ്ഞുമോളുടെ ഭർത്താവ് ഞെട്ടിപ്പോകും. കാരണം കുഞ്ഞുമോളുടെ ഭർത്താവിനെ നല്ല രീതിക്ക് വളർത്തിയതെല്ലാം മുത്തശ്ശിയായിരുന്നു. അച്ഛനും അമ്മയും എല്ലാം കുഞ്ഞുമോളുടെ ഭർത്താവിന് മുത്തശ്ശിയാണ്. പക്ഷെ കുഞ്ഞുമോൾ മനഃപൂർവ്വമാണ് തന്നോടത് പറയാത്തത് എന്ന് മനസ്സിലാക്കിയ ഭർത്താവ് നേരെ കുഞ്ഞുമോൾക്കടുത്തെത്തിയിട്ട്, നീ എന്താ എന്റെ മുത്തശ്ശി മരിച്ച കാര്യം എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞുമോൾ പറയുന്നത്, ഓ അത് ഞാൻ പഞ്ചായത്തിലെ മീറ്റിങ്ങിന് ഇരിക്കുകയായിരുന്നു. പിന്നെ മുത്തശ്ശിക്ക് എന്തോ വയ്യെന്നോ അങ്ങനെയൊക്കെയാ പറഞ്ഞത്. പിന്നെ ചത്തുപോയവരങ്ങ് പോയി. പിന്നെ അതിന്റെ പിന്നാലെ നടക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ എന്നെ വളർത്തിയ മുത്തശ്ശിയാ, നിനക്ക് ബന്ധങ്ങളുടെ വിലയൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുമോളുടെ ഭർത്താവിന്റെ കണ്ണുകളൊക്കെ നിറയും. പക്ഷെ മനസാക്ഷിയില്ലാത്ത കുഞ്ഞുമോൾക്ക് അതൊക്കെ എവിടെ മനസ്സിലാകാനാ? ഒന്നും പറയാതെ കുടയും നിവർത്തി ആ മഴയത്ത് കുഞ്ഞുമോൾ അങ്ങ് നടന്നുപോയി. കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കുഞ്ഞുമോളുടെ ഭർത്താവ്. അങ്ങനെ 1 മാസത്തിന് ശേഷം അടുത്ത ഹിയറിംഗിന് വേണ്ടിയിട്ട് എല്ലാവരും കോടതിയിലെത്തി. വാദം നടക്കുന്ന സമയത്ത് ജിജോയാണെങ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് പറയും, എന്റെ കക്ഷിയെ എതിർ കക്ഷി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ലൈംഗികപരമായിട്ട് ഒരു സംതൃപ്തിയും എന്റെ കക്ഷിക്ക് കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യം ജിജോ പറയും. അത് കേൾക്കുന്നതും എല്ലാവർക്കും ദേഷ്യം വരും. ജഡ്ജിക്കും ആ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായി. ഒരു കാര്യം പറയുന്നതിന് മുൻപ് നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ പറയാവൂ എന്ന് ജിജോയെ ജഡ്ജി വിലക്കും. അപ്പോൾ ജിജോ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്റെ കക്ഷിയോട് സാർ ചോദിക്കണമെന്ന് പറയുന്നു. ഉടനെ തന്നെ ജഡ്ജിയാണെങ്കിൽ ബിജിമോളോട് ചോദിക്കുന്ന സമയത്ത് എന്ത് പറയണമെന്നറിയാതെ എഴുന്നേറ്റ് നിൽക്കുന്ന ബിജിമോളാണെങ്കിൽ തല കറങ്ങി താഴെ വീഴും. ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്താണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ ബിജിമോള് പ്രഗ്നന്റ് ആണ്. ഹോസ്പിറ്റലിൽ വെച്ച് ബിജിമോൾ പ്രഗ്നന്റ് ആണെന്നറിഞ്ഞ് സജീവൻ ബിജിമോൾക്കടുത്തേക്ക് ഓടി വരുവാനായി ശ്രമിക്കുന്ന സമയത്ത് കുഞ്ഞുമോൾ സജീവനെ തടയുന്നു.
നീയേ ഇനി ഈ ഒരു അവകാശം പറഞ്ഞ് എന്റെ മകളുടെ പിന്നാലെ നീ വരരുത്. എന്തായാലും ഞാൻ ഈ ഒരു കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞുമോള് ബിജിമോളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നതും. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ബിജിമോള് പ്രസവിക്കുന്നു. ഒരു പെൺകുഞ്ഞിനാണ് ബിജിമോൾ ജന്മം നൽകുന്നതും. അതറിഞ്ഞ് സന്തോഷത്തോടു കൂടി കുഞ്ഞിനുള്ള കളിപ്പാട്ടവും വാങ്ങി ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ് സജീവൻ. എന്നാൽ കുഞ്ഞുമോളാണെങ്കിൽ കുഞ്ഞിനെ കാണുവാൻ പോലും സജീവനെ അനുവദിക്കുന്നില്ല. നീ അവളുടെ കുഞ്ഞിനെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും അവനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നതും. സജീവൻ ഹൃദയം പൊട്ടുന്ന വേദനയിലാണ് തിരികെ വീട്ടിലേക്ക് വരുന്നതും. കുഞ്ഞുമോൾ ഒരു പോത്തിനെ വളർത്തിയിരുന്നല്ലോ, ആ പോത്തിനെ വിൽക്കുവാനായിട്ട് തീരുമാനിച്ചു. 1,25,000 രൂപയാണ് പറഞ്ഞത്. അഡ്വാൻസും ഇപ്പോൾ കുഞ്ഞുമോൾ വാങ്ങിയിട്ടുണ്ട്. അഡ്വാൻസ് കിട്ടിയ പൈസയാണെങ്കിൽ നേരെ ജിജോയെ വിളിച്ച് ഏൽപ്പിക്കും. എന്നിട്ട് ജിജോയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാണ്. കുഞ്ഞുമോളാണെങ്കിൽ ഇത്രയും കാശൊന്നും ജിജോയ്ക്ക് കൊടുത്തിട്ടില്ല. എന്നിട്ട് കുഞ്ഞുമോൾ പറയുന്നുണ്ട്, നിനക്ക് ഈ കേസ് ജയിക്കണ്ടേ? എനിക്ക് ഈ കേസ് ജയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഒരിക്കലും ഞാൻ തോൽക്കാൻ പാടില്ല. എനിക്ക് എന്തായാലും ഈ കേസ് ജയിക്കണം. ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞു തരാം, അതനുസരിച്ച് നീ പ്രവർത്തിക്കണമെന്നും കുഞ്ഞുമോളാണെങ്കിൽ ജിജോയോട് പറഞ്ഞു. കുഞ്ഞുമോൾ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ കേട്ട് ജിജോ തന്നെ ഞെട്ടിപ്പോയി. അവൻ വായും തുറന്നു നിൽക്കുകയാണ്. പക്ഷെ ഇതെല്ലാം കുഞ്ഞുമോളുടെ ഭർത്താവ് അവിടെ നിന്ന് ഒളിച്ചു കേൾക്കുന്നുണ്ട്. അടുത്ത ദിവസം കോടതിയിൽ നിൽക്കുകയായിരുന്ന ജിജോയെ അന്വേഷിച്ച് ദേ സജീവൻ എത്തുന്നു. സജീവനെ കണ്ടതും ജിജോ ഓടും. എന്നാൽ ഒരു സ്ഥലത്തിട്ട് ജിജോയെ സജീവൻ പിടികൂടുന്നു. സജീവനാണെങ്കിൽ ജിജോയും കൂട്ടി നേരെ കുഞ്ഞുമോൾക്കടുത്തേക്കാണ് എത്തുന്നതും. കുഞ്ഞുമോള് പറഞ്ഞു കൊടുത്ത ഐഡിയ എന്തെന്നാൽ യഥാർത്ഥത്തിൽ ബിജിമോൾക്ക് ജനിച്ചിരിക്കുന്ന ആ കുഞ്ഞ് സജീവന്റെ അല്ല ജിജോയുടേതാണെന്ന് തെളിയിക്കണം. ജിജോ അങ്ങനെ പറയണം. അത് തന്നെയാണ് കുഞ്ഞുമോൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഐഡിയയും. എന്നാൽ സജീവന്റെ ഭാഗം എല്ലാം കേട്ടുകഴിഞ്ഞ ജിജോയ്ക്ക് സജീവന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലായി. ഉടനെ തന്നെ ജിജോ ബിജിമോളോട് പറയുന്നുണ്ട്, നിന്നെ എത്ര നാണം കെടുത്തിയിട്ടായാലും നിന്റെ അമ്മയ്ക്ക് ഈ കേസ് ജയിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എനിക്ക് സജീവന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നി. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കേണ്ടതെന്നും ജിജോ പറയുന്നു. ജിജോ കൂറുമാറിയെന്ന് തോന്നിയതും കുഞ്ഞുമോളാണെങ്കിൽ ജിജോയെ വല്ലാതെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ സജീവനാണെങ്കിൽ ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല. അതേസമയം തന്നെ സജീവന്റെ അളിയനും രമേശനുമൊക്കെ അവിടേക്ക് വരും. സജീവനാണെങ്കിൽ തന്റെ പേരിലുള്ള എല്ലാ സ്വത്തും ബിജിമോളുടെയും കുഞ്ഞിന്റെയും പേരിലേക്കാക്കിയിട്ട് ദേ എന്റെ പേരിലുള്ള എല്ലാ സ്വത്തും നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ കാണിച്ചു തന്നാൽ മതി. എനിക്ക് ഒരു നോക്ക് എന്റെ കുഞ്ഞിനെ കാണണമെന്നും പറയുന്നു. അപ്പോൾ ജിജോ പറയുന്നുണ്ട്, കോടതിയിൽ കേസ് പോയി കഴിഞ്ഞാലും ഉറപ്പായിട്ടും സജീവന് കുഞ്ഞിനെ കാണാനുള്ള അവസരം ജഡ്ജി കൊടുക്കും. അതുകൊണ്ട് സജീവന് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണമെന്നും ജിജോ പറയുന്നു. പക്ഷെ അതിനൊന്നും കുഞ്ഞുമോള് തയ്യാറല്ല. അതേസമയം തന്നെയായിരുന്നു പോത്തിനെ വാങ്ങുവാനായിട്ട് അവരവിടേക്ക് വന്നതും. കുഞ്ഞുമോൾ അന്ന് 1,25,000 അല്ലേ പറഞ്ഞത്. ഇപ്പോൾ കുഞ്ഞുമോൾ പറയുന്നത് 1,50,000 കൊടുത്താൽ മാത്രമേ പോത്തിനെ കൊണ്ടുപോകാനാകൂ എന്ന്. വന്നവർ കരുതിയത് ദേ ഈ കൂടി നിൽക്കുന്നവരൊക്കെ പോത്തിനെ വാങ്ങാൻ വന്നവരെന്നാ. അതുകൊണ്ട് തന്നെ കുഞ്ഞുമോൾ പറഞ്ഞ പൈസ കൊടുത്തിട്ട് അവർ പോത്തിനെ കൊണ്ടുപോകുവാനായി തീരുമാനിക്കും. കുഞ്ഞുമോൾ തന്റെ ഭർത്താവിനോട് നോക്കി നിൽക്കാതെ ഇതിനെ അഴിച്ചു കൊടുക്കും മനുഷ്യ എന്ന് പറയും. സങ്കടത്തോടെയാണ് ബിജിമോളുടെ അച്ഛൻ പോത്തിനടുത്തേക്ക് വരുന്നതും. കാരണം സ്വന്തം മകനെ പോലെയാണ് പോത്തിനെ അച്ഛൻ വളർത്തിയതും. ആ ഒരു വീട്ടില് ബിജിമോളുടെ അച്ഛന് ആകെയുള്ളൊരു കൂട്ട് ആ ഒരു പോത്തായിരുന്നു. പിന്നീട് മരുമകനായിട്ടുള്ള സജീവനും ഇപ്പോൾ നഷ്ടമായിരിക്കുന്നല്ലോ. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ അച്ഛനൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നിൽക്കും. കുഞ്ഞുമോളാണെങ്കിലോ സജീവനോടും ജിജോയോടും സജീവന്റെ അളിയനോടുമൊക്കെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ബിജിമോളുടെ മനസ്സ് മാറിയിട്ടുണ്ട്. അവൾക്ക് ആകെ കുറ്റബോധം, ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്നുള്ളൊരു തോന്നൽ അവൾക്കുണ്ടായി. അതേസമയം തന്നെയായിരുന്നു അച്ഛനാണെങ്കിൽ ഞാൻ പോത്തിനെ കൊടുക്കുന്നില്ല എന്ന് എല്ലാവർക്കും മുന്നിൽ വിളിച്ചു പറയുന്നതും. ഉടനെ തന്നെ കൂടെ വന്ന ആളാണെങ്കിൽ പോത്തിനെ അഴിച്ചുകൊണ്ട് വരുവാനായി പോകുന്നു. അവിടെ വെച്ച് വലിയൊരു പിടിവലി നടക്കും. കുഞ്ഞുമോളും കൂടെ ഉണ്ടായിരുന്നു. ആ തക്കം നോക്കി ബിജിമോൾ നേരെ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് സജീവന്റെ കൈവശം ഏൽപ്പിക്കും. അത് കാണുന്ന കുഞ്ഞുമോൾക്ക് സഹിക്കുമോ? ഇല്ല. നേരെ ചെന്നിട്ട് ആര് പറഞ്ഞിട്ടാടി നീ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അതെ, കുഞ്ഞിനെ എടുക്കാൻ അവകാശമുള്ള ആളിന്റെ കൈവശം തന്നെയാ ഞാൻ കുഞ്ഞിനെ കൊടുത്തതെന്നും ബിജിമോള് പറയുന്നു. അത് കേട്ടതും കുഞ്ഞുമോൾക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. അതേസമയം തന്നെയായിരുന്നു പോത്ത് എല്ലാവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് എല്ലാവരെയും കുത്തുവാനായിട്ട് ഓടിക്കുന്നതും. എന്നാൽ പോത്ത് നേരെ വന്നത് ബാക്കിയുള്ളവരെ കുത്താനായിട്ടല്ല, കുഞ്ഞുമോളെ കുത്താനായിട്ട്. കുഞ്ഞുമോളോട് പോത്തിന് നല്ല ദേഷ്യമായിരുന്നു. കാരണം കുഞ്ഞുമോളുടെ സ്വഭാവം പോത്തിനും ഇഷ്ടമല്ല. പോത്ത് ഉടനെ തന്നെ കുഞ്ഞുമോളെ ഇടിച്ച് കിണറ്റിലേക്ക് എറിയുന്നു. കുഞ്ഞുമോളുടെ കൈവശമിരുന്ന പണവും എല്ലാം ചിതറുകയാണ്. ഫയർഫോഴ്സ് വന്നിട്ടും കുഞ്ഞുമോളെ രക്ഷിക്കാനായില്ല. കുഞ്ഞുമോൾ അങ്ങനെ തന്റെ സ്വഭാവം എല്ലാം പൊതിഞ്ഞു മടക്കി ശവപ്പെട്ടിയിലാക്കി യാത്ര പറഞ്ഞിരിക്കുകയാണ്. കുറെ നാളുകൾക്ക് ശേഷം ദേ ബിജിമോളുടെയും സജീവന്റെയും മകളിപ്പോൾ വലുതായിട്ടുണ്ട്. രണ്ടുപേരും ജോലിക്ക് പോകുവാനായി ഇറങ്ങുന്ന സമയത്താണ് മകളെ കാണാത്തത്. കുഞ്ഞിനെ അവിടെ അത്രയും അന്വേഷിക്കും. അച്ഛനും കുഞ്ഞിനെ അന്വേഷിക്കുകയാണ്.
അങ്ങനെ തെങ്ങിൻ തോപ്പിൽ ചെന്ന സമയത്ത് ദേ അവിടെ പിള്ളാരോട് തല്ലുകൂടുന്നു. ഒരു കുഞ്ഞിനെ കിടത്തിയിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്ന് ആ കുഞ്ഞിനെ ഇടിക്കുകയാണ് സജീവന്റെയും ബിജിമോളുടെയും മകൾ. കുഞ്ഞിനെ ചെളിയിൽ നിന്നുമല്ല അച്ഛൻ വലിച്ചെടുത്ത് കൊണ്ടുവരും. അത് കാണുന്നതും സജീവനാണെങ്കിൽ പോയി കുളിച്ച് വൃത്തിയാകുവാനായിട്ട് അച്ഛനോടും കുഞ്ഞിനോടും പറയുന്നു. എന്നിട്ട് സജീവൻ ബിജിമോളോട് ചോദിക്കുന്നുണ്ട്, ഇവൾ എന്താ ഇങ്ങനെ, ഇത് ആരുടെ ജന്മമാണോ എന്തോ എന്ന് പറയുമ്പോൾ നേരെ കാണിക്കുന്നത് ഫോട്ടോയിൽ മാലയിട്ടിരിക്കുന്ന കുഞ്ഞുമോളെയാണ്. അതെ, കുഞ്ഞുമോളുടെ അതേ സ്വഭാവമാണ് കുഞ്ഞുമോളുടെ പേരക്കുട്ടിക്കും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വക്കീലായ ജിജോയാണ്. ജിജോയുടെ സ്വഭാവമെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇന്നത്തെ ഇപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് വാദിക്കുകയാണ്. പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിനു വേണ്ടിയിട്ടൊക്കെ പോരാടുന്ന ഒരാളായിട്ട് ജിജോ മാറിയിട്ടുണ്ട്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.